കോട്ടയത്ത് ഭിന്നശേഷിക്കാരന് പെൻഷൻ തുക മുഴുവൻ ലഭിക്കുന്നില്ല എന്ന് പരാതി. വൈക്കം സ്വദേശി ഗിരീശനാണ് പെൻഷന്റെ മുഴുവൻ തുകയും ലഭിക്കാത്തത്. 2024 മാർച്ച് മാസത്തിന് ശേഷം 600 രൂപ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ ബാക്കി തുക ബാങ്കിലേക്ക് എത്തും എന്നാണ് പറഞ്ഞതെങ്കിലും ഇതുവരെ ലഭിച്ചില്ല. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും ഗിരീശൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. 1600 രൂപ വികലാംഗ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നിടത്താണ് ഇപ്പോൾ എനിക്ക് സത്യത്തിൽ ഈ 20 മാസമായിട്ട് 600 രൂപ വെച്ചേ കിട്ടുന്നുള്ളൂ. അത് ചോദിക്കുമ്പോൾ ഇവർ പറയണത് ബാങ്കിൽ വരും എന്ന് പറഞ്ഞ് മാറ്റി ലാസ്റ്റ് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ച് ഞാൻ അക്ഷയ വഴി പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ഇതെല്ലാം കൊടുത്തിട്ടും ഇതുവരെയായിട്ടും അതിൻ്റെ ഒരു ഇത് വന്നിട്ടില്ല. ഇപ്പോൾ ഈ 2000 രൂപ ആയിട്ട് 3 മാസമായി. ഈ 3 മാസമായിട്ടും 1 രൂപ പോലും അതിനകത്ത് കൂടുതൽ വന്നുമില്ല പറയണമില്ല. അഖിൽ കെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ, നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായത്? ഈ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അധികൃതരെ ബന്ധപ്പെടുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ്? അഖിൽ, രജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ 1600 രൂപ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ലഭിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് പെട്ടെന്ന് ഒരു ദിവസം ഈ 600 രൂപ കയ്യിൽ ലഭിക്കുകയും ബാക്കിയുള്ള തുക ഇത്തരത്തിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് അറിയിച്ചിരുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമെന്നാണ്. പക്ഷേ ഈ കഴിഞ്ഞ 20 മാസം ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ബാങ്കിലടക്കം പരിശോധന നടത്തിയാണ്. പക്ഷേ അത്തരത്തിൽ അമൗണ്ടുകളൊന്നും തന്നെ, അതായത് പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തുകകളോ ഒന്നും തന്നെ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 10 മാസമായി യാതൊരുവിധ ട്രാൻസാക്ഷനും ആ അക്കൗണ്ടിലേക്ക് നടന്നിട്ടില്ല എന്നും ബാങ്ക് അധികൃതരെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹത്തോട് വരാൻ പറയും, എന്താണെന്ന് പരിശോധിക്കാമെന്നാണ് പറഞ്ഞത്. അവർക്കും ഇത് കൃത്യമായി മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കും ഇത് കൃത്യമായി മറുപടി പറയാൻ കഴിയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അവർ ഈ ആവർത്തിച്ച്, അതായത് ഈ ഗിരീശൻ പലതവണ ഇത്തരത്തിൽ ഈ മുനിസിപ്പാലിറ്റിയുമായി ഒക്കെ തന്നെ ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോഴും ഗിരീഷിനോട് പറഞ്ഞത് അക്കൗണ്ടിലേക്ക് വരും എന്ന് പറയുന്നു. സമീപത്തുള്ള, അതായത് ചില ആളുകൾക്കൊക്കെ 300 രൂപ 500 രൂപയൊക്കെ കുറവ് വന്നിരുന്നു. ആ ആളുകൾക്ക് പിന്നീട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോഴും ഈ പ്രതീക്ഷിച്ചിരുന്നതാണ്. 20 മാസമായിട്ടും ഈ തുക വരാതായതോടുകൂടി ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ ഇന്ന് ഗിരീശൻ വീണ്ടും ഇത്തരത്തിൽ ഈ മുനിസിപ്പാലിറ്റിയിൽ എത്തിയിട്ടിരുന്നു. അപ്പോഴും ഈ അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഈ മറ്റ് പേപ്പറും ഈ ബന്ധപ്പെട്ട കാര്യങ്ങളും പോകാം, അവിടെ പോയിട്ട് അധികൃതരെ മറ്റേലും അധികൃതർ അറിയിക്കാം എന്നുള്ളതാണ്. അപ്പോഴും ഇതിൽ കൃത്യമായൊരു മറുപടിയോ ശാശ്വതമായൊരു കാര്യമോ അധികൃതർ പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ പറയുന്നത് കേന്ദ്രത്തിന്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെയും ഒക്കെ ഒരുമിച്ച് വരുന്ന പെൻഷൻ തുകയാണ്, അല്ലെങ്കിൽ അതിൽ ഈ ചില വിഹിതങ്ങൾ വരുന്ന കാലതാമസമാണ്. അത്തരത്തിലുള്ള സാധാരണയിൽ ബാങ്കിലേക്ക് എത്താറുണ്ട്. ഇതെന്താണ് എന്ന കാര്യത്തിൽ പരിശോധിച്ച ശേഷം മാത്രമേ കൃത്യമായി പറയാൻ കഴിയൂ എന്നാണ് അധികൃതരും പറയുന്നത്. പക്ഷേ ഒരു വ്യക്തിക്ക് കഴിഞ്ഞ 20 മാസമായി, അതായത് ഭിന്നശേഷിക്കാരനാണ്, അദ്ദേഹത്തിന് ഭിന്നശേഷി പെൻഷനാണ് ലഭിക്കേണ്ടത്. ആ ഉപജീവന ഭാഗമാക്കാവേണ്ട, അല്ലെങ്കിൽ അവർക്കൊരു കൈത്താങ്ങേണ്ട തുകയാണ്, ആശ്വാസമാണ് പെൻഷൻ എന്ന് പറയുന്ന പാവപ്പെട്ടവർക്ക്. അത്തരത്തിലൊരു വ്യക്തിയാണ്. അതായത് അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുന്നുണ്ട്, പക്ഷെ അത് 600 രൂപ മാത്രമാണ് കയ്യിലേക്ക് എത്തുന്നത്. ബാക്കി 1000 രൂപ, അതായത് 1600 രൂപയായിരുന്നു, അതിൽ 600 രൂപ ലഭിക്കുന്നു. 1000 രൂപ കാര്യമാണെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും തടസ്സം സംഭവിച്ചതാകാം, സാങ്കേതികമായ ബുദ്ധിമുട്ടുകളാകാം എന്നൊക്കെ പറയാം. പക്ഷേ ഇത് കാലങ്ങളായി ഇത് തന്നെയാണ് അവസ്ഥ. നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കുന്നു, എന്നിട്ടും പരിഹാരമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ സമാന സ്വഭാവത്തിലുള്ള പരാതികൾ വേറെയും ഉണ്ടോ അഖിൽ? അതായത് ഈ സമാനമായ പരാതികൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരാതികൾ ആളുകൾ പറഞ്ഞിട്ടില്ല. പക്ഷേ സമീപത്തുള്ള, ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സമീപത്തുള്ള ചില ആളുകൾ ഈ 500ഉം 300ഉം ഒക്കെ രൂപകൾ അല്ലെങ്കിൽ കുറഞ്ഞു വന്ന ആളുകളുണ്ടായിരുന്നു, അത്തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ പിന്നീട് ഈ പണം ലഭിച്ചു. പക്ഷേ തനിക്ക് മാത്രമാണ് ഈ 20 മാസമായിട്ടും ഇത്തരത്തിൽ തുക എത്താത്തത് എന്നുള്ളതാണ്. നമ്മൾ അതിലൊരു കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിന് ബാങ്കുമായി അടക്കം ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോലും എത്തിയിട്ടില്ല എന്ന് ബാങ്ക് ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇനിയിപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത്തരം പരാതികളൊക്കെ ഒരുപക്ഷെ ഇതിന് ശേഷമൊക്കെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയാനും എന്തായാലും ഈ ഘട്ടത്തിൽ കാലം. പക്ഷേ അത് ഒറ്റപ്പെട്ട കൂടുതൽ പരാതികൾ ഉണ്ട് എന്ന് നമുക്ക് നമ്മുടെ മുൻപിൽ തെളിവില്ലാത്തതുകൊണ്ട് നമുക്ക് അത് അത്തരത്തിലുണ്ട് അത് പറഞ്ഞ് നിർത്താനും കഴിയില്ല. എന്തായാലും ഇദ്ദേഹത്തിന് കഴിഞ്ഞ 20 മാസമായി 1000 രൂപ ലഭിക്കുന്നില്ല. അതിൽ 1600 രൂപയായിരുന്നു, 600 രൂപ മാത്രമാണ് കഴിഞ്ഞ 20 മാസമായി കിട്ടുന്നത്. 1000 രൂപയുടെ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പരാതിയുമായി നിരവധി തവണ മുന്നോട്ട് പോയി, പക്ഷേ യാതൊരു തരത്തിലുള്ള അനുകൂല സമീപനവും ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അഖിൽ കെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.